നമസ്കാരം. ലോക ചരിത്രം സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലായിട്ട് ഇംഗ്ലണ്ടിലെ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നിവയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഭാഗത്ത് പഠിക്കേണ്ടത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് മാത്രമാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. അതുപോലെ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ, അതനുസരിച്ചാണ് പഠിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വളരെയധികം ഗുണം ചെയ്യും. ഞാൻ എഴുതിയ പുസ്തകമായതുകൊണ്ടാണ് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആ കാര്യം എനിക്ക് പറയാനായിട്ട് പറ്റുന്നത്. വളരെ കുറച്ച് പഠിക്കാനേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. 72 പേജുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈ ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കത്തില്ല, 1-2 ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. 70 രൂപ മാത്രമാണ് വില. 70 രൂപ എന്ന് പറയുമ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇപ്പോൾ തിരക്കുള്ള ഒരു നമ്പറാണ്. വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻഗേജ്ഡ് ആണ് എങ്കിൽ പേടിക്കണ്ട, ഞങ്ങൾ തിരിച്ച് വിളിച്ചോളും. വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതിൻ്റെ പേയ്മെൻറ്റ്, ഇതിന് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ UPI ID വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. QR.aastac@sib എന്ന് പറയുന്ന UPI ID വഴി മാത്രമേ എന്ത് ചെയ്യാവൂ, പേയ്മെൻറ്റ് ചെയ്യാവൂ. ഏതെങ്കിലും നമ്പറിലോട്ട് പേയ്മെൻറ്റ് ചെയ്യരുത്. അതായത് ഗൂഗിൾ പേ ഏതെങ്കിലും നമ്പറിലോട്ട് ചെയ്യരുത്. ഏതെങ്കിലും QR കോഡ് അയച്ചു തന്നാൽ അതിനകത്തോട്ടും ചെയ്യരുത്. ഏത് വഴിയേ ചെയ്യാവൂ? QR.aastac@sib എന്ന് പറയുന്ന ഞങ്ങളുടെ UPI ID വഴി മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ചെയ്യുന്ന പേയ്മെൻറ്റുകൾക്ക് ആസ്ഥ അക്കാഡമിക്ക് ഉത്തരവാദിത്വമൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ചൈനീസ് വിപ്ലവം നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിലെ ചൈനീസ് വിപ്ലവം എന്ന് നമ്മൾ പറയുമ്പോൾ 2 കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഒന്ന്, 1911 റിപ്പബ്ലിക്കൻ വിപ്ലവം. 1911 റിപ്പബ്ലിക്കൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ അവിടെ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രാജഭരണം അവസാനിപ്പിക്കുന്ന വിപ്ലവം. സൺ യാട്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് ചൈന പിന്നീട് മാറി. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് മാവോ സേതുങ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ വിപ്ലവമാണ് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ പൊതുവിൽ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നു. അപ്പോൾ അത് നടന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ വിപ്ലവം നടക്കുന്നത് നിങ്ങൾക്കറിയാം, അത് 1600കളിലാണ്, അതായത് 17-ാം നൂറ്റാണ്ടിലാണ്, അല്ലേ? അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ആ 2 വിപ്ലവങ്ങൾ നടന്നത് 1700കളിലാണ്, അതായത് 18-ാം നൂറ്റാണ്ടിലാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം 1806 വെനിസുലയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റഷ്യൻ വിപ്ലവം പഠിച്ചു. റഷ്യൻ വിപ്ലവം 1917ലാണ്, അതായത് 20-ാം നൂറ്റാണ്ട്. ഇവിടെ ഇപ്പോൾ ചൈനീസ് വിപ്ലവവും ഏത് നൂറ്റാണ്ടിലാണ്? 20-ാം നൂറ്റാണ്ട്, അല്ലേ? അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് അരങ്ങേറിയ വളരെ പ്രധാനപ്പെട്ട 2 വിപ്ലവങ്ങളാണ് റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ചൈന ഭരിച്ചിരുന്ന രാജവംശം, അതായത് ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ മഞ്ചു രാജവംശം, അല്ലെങ്കിൽ കിങ് ഡൈനാസ്റ്റി എന്ന് പറയും. മഞ്ചു രാജവംശം അഥവാ കിങ് ഡൈനാസ്റ്റി. ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം.
ചൈന ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന രാജവംശം ഏത് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും മഞ്ജു രാജവംശമാണ്. മഞ്ജു രാജവംശം അഥവാ കിങ് ഡൈനാസ്റ്റി അല്ലെ. നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ച സമയത്ത് ഇംഗ്ലണ്ടിലെ വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജവംശമാണ് ബൂർബൻ രാജവംശം. റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജവംശമാണ് റോമനോവ് രാജവംശം. ഇവിടെ ഇപ്പോൾ ചൈനീസ് വിപ്ലവം അത് നടക്കുന്ന സമയത്ത് ഭരിക്കുന്ന രാജവംശം മഞ്ജു രാജവംശം അഥവാ കിങ് ഡൈനാസ്റ്റി. മറ്റ് പല വിപ്ലവങ്ങളും പഠിച്ചപ്പോൾ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ്? ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവമായാലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായാലും അതുപോലെ റഷ്യൻ വിപ്ലവം ആയാലും അതിനകത്തൊക്കെ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അമേരിക്കൻ വിപ്ലവത്തിന്റെ കാര്യത്തിനകത്ത് വരുമ്പോൾ ബ്രിട്ടന്റെ നികുതി നയമായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ചൈനീസ് വിപ്ലവത്തിനുള്ളത്. ചൈനീസ് വിപ്ലവത്തിന്റെ കാര്യം പറയുമ്പോൾ ആ സമയത്തുള്ള ചൈനയുടെ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് മഞ്ജു രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ചൈന എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. നേരത്തെ നമ്മൾ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ റഷ്യയുടെ കാര്യം പറഞ്ഞതുപോലെ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് ആൾക്കാർക്ക് തിന്നാനൊന്നുമില്ലാത്ത സാഹചര്യമൊന്നും ചൈനയിലില്ല. സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പുറത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവരുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല പലതും സർപ്ലസ് ആയിരുന്നു, അധികമുണ്ടായിരുന്നു. വേണമെങ്കിൽ വേറെ പലർക്കും കൊടുക്കാൻ കൂടി ഉണ്ടായിരുന്നു, പുറത്തുള്ള ആൾക്കാർ കൊടുക്കാൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ചൈനീസ് ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അവരുടെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വളരെയധികം വിശ്വസിക്കുന്നവരും അതിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്നവരുമാണ്. ഇപ്പോഴും ചൈനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ചൈനീസ് ജനതയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മഞ്ജു രാജവംശം ഭരിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന്, സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു, അവർക്കൊന്നും ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ട്, അവിടുത്തെ ജനങ്ങൾ അവരുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഈ രണ്ട് പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് സ്വയം പര്യാപ്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ലോകത്ത് പൊതുവെ അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ, പോർട്ടുഗലിനെ പോലെ, സ്പെയിനിനെ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടത്തിനായിട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പല രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ മഞ്ജു രാജവംശം അവരുടെ തുറമുഖങ്ങൾ ഒന്നും തന്നെ കച്ചവടത്തിനായിട്ട് വിദേശ ശക്തികൾക്ക് അന്ന് തുറന്നു കൊടുത്തിരുന്നില്ല. ആകപ്പാടെ ഒരു തുറമുഖം, കാൻഡൺ എന്ന് പറയുന്ന ഒരു തുറമുഖം, കാൻഡൺ എന്ന് പറയുന്ന തുറമുഖത്ത് മാത്രമാണ് വിദേശ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ അവരെ അവസരം കൊടുത്തിരുന്നത്. അവരവസരം കൊടുത്തത് എന്തിനാണ്? ചൈനയിൽ നിന്ന് വേണമെങ്കിൽ വല്ലതും വാങ്ങിക്കൊണ്ട് പോകാം, ചൈനയിലോട്ടൊന്നും കൊണ്ടുവരാൻ പാടില്ല, ഇറക്കുമതി ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് വേണമെങ്കിൽ വല്ലതും വാങ്ങിക്കൊണ്ട് പോകാം. അങ്ങനെ ബ്രിട്ടന്റെ കപ്പലുകൾ ഈ കാൻഡൺ എന്ന് പറയുന്ന തുറമുഖത്ത് വരും. എന്തിനാണ്? ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടന്റെ കപ്പലുകൾ വ്യാപാരത്തിനായിട്ട് വരും. അപ്പോൾ ഒഴിഞ്ഞ കപ്പലുകളാണ് ഇങ്ങോട്ട് വരുന്നത്, കപ്പലുകളൊക്കെ കാലിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഒഴിഞ്ഞു വരുന്നു. എന്നിട്ട് സാധനം നിറച്ച് തിരിച്ചു പോകുന്നു. ഇത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ലാഭകരമായിട്ടുള്ള ഒരു ഇടപാടല്ല. കപ്പൽ കാലിയടിച്ച് വരിക, ഇവിടെ നിന്ന് തിരിച്ച് സാധനം കൊണ്ട് പോവുക, അത് ലാഭകരമല്ല. അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വിൽക്കുക, ഇവിടെ നിന്ന് വല്ലതും വാങ്ങിക്കൊണ്ട് പോവുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ അത് ചൈനയിൽ അന്ന് കാൻഡൺ എന്ന് പറയുന്ന തുറമുഖത്ത് നടക്കത്തില്ല. അപ്പോൾ അവിടെ ബ്രിട്ടൻ ഒരു കള്ളക്കളി കളിച്ചു. കള്ളക്കളി എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങോട്ട് വന്ന കപ്പലുകളിൽ നിറയെ ഒപ്പിയം, അതായത് കറുപ്പെന്ന് പറയും, ഒരു ലഹരി വസ്തുവാണ്. അവർ എന്ത് ചെയ്യും? കള്ളക്കടത്ത് നടത്തും. അതായത് ചൈനയുടെ തീരത്ത് കൊണ്ടുവന്ന് അവർ കള്ളക്കടത്ത് നടത്തും. അതിലൂടെ അവർ ഈ പറഞ്ഞ വരുമാനം ഉണ്ടാക്കുമായിരുന്നു. വണ്ടിക്കാശ് മുതലാവണമല്ലോ. അപ്പോൾ അതിന് ചെയ്ത ഒരു ഇടപാടാണ് എന്ത്? ഈ പറഞ്ഞ കറുപ്പിൻ്റെ കള്ളക്കടത്ത്. കുറച്ചു കാലം അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം ചൈനീസ് കസ്റ്റംസ് അത് പിടിച്ചു.
ഈ പറഞ്ഞ കള്ളക്കളി ആര് പിടിച്ചു? ചൈനീസ് കസ്റ്റംസ് പിടിച്ചു. ചൈനീസ് കസ്റ്റംസ് പിടിക്കുക മാത്രമല്ല, ആ കറുപ്പ് എന്ത് ചെയ്യുകയും ചെയ്തു? നശിപ്പിക്കുകയും ചെയ്തു. ആ കറുപ്പ് നശിപ്പിക്കുകയും ചെയ്തു. ചൈനയിലെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്ന സംഭവമാണത്. ചൈനയിലെ ബോസ്റ്റൺ ടീ പാർട്ടി, അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചൈനയിലെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അനധികൃതമായിട്ട് കടത്തി പിടിച്ച കറുപ്പ്, ആ ലഹരി വസ്തുവിനെ ചൈനീസ് കസ്റ്റംസ് എന്ത് ചെയ്തു? നശിപ്പിച്ചു, കടലിലെറിഞ്ഞു. അതാണ് ഈ പറഞ്ഞ ചൈനയിലെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്ന സംഭവം. അതിനെ തുടർന്ന് ബ്രിട്ടനും ചൈനയും തമ്മിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടായി. ആ സംഘർഷങ്ങളാണ് പിന്നീട് ഏത് യുദ്ധത്തിലോട്ട് നയിക്കുന്നത്? കറുപ്പ് യുദ്ധം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധത്തിലോട്ട് നയിക്കുന്നത്. കാരണം കറുപ്പായിരുന്നു, അതുകൊണ്ട് കറുപ്പ് യുദ്ധം. ഒരുപാട് പരീക്ഷയ്ക്ക് ലോക ചരിത്ര ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ, ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമാണ് കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധം, രണ്ടാം കറുപ്പ് യുദ്ധം എന്നിങ്ങനെ 1, 2 കറുപ്പ് യുദ്ധങ്ങളുണ്ട്. അപ്പൊ ആ കറുപ്പ് യുദ്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? ആ പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഇനി ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലം എന്ത് എന്ന് കൂടി നമ്മൾ നോക്കണം. ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്തായാലും ഈ പറഞ്ഞ ബ്രിട്ടീഷ് നാവികപ്പടയ്ക്ക് മുമ്പിൽ ചൈനീസ് ഗവൺമെന്റ് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ചൈന ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചൈന ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയിരുന്നില്ല. ഇന്ത്യ അടക്കമുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും കോളനി ആയിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയിരുന്നില്ല ഏത്? ചൈന. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ബ്രിട്ടനുമായിട്ട് ഈ പറഞ്ഞ ഒരു യുദ്ധം ഉണ്ടായപ്പോൾ, കറുപ്പ് യുദ്ധം ഉണ്ടായപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചൈനീസ് ഗവൺമെന്റിന് ഏർപ്പാട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഉടമ്പടി, ആ ഉടമ്പടിയാണ് ഏത്? നാങ്കിങ് ഉടമ്പടി, അല്ലെ? അപ്പൊ നാങ്കിങ് ഉടമ്പടി എന്തിന്റെ ഫലമാണ്? ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമാണ്. ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്നത്, അതിന്റെ കാലം ഒന്ന് മനസ്സിലാക്കി വെക്കണം, 1839 മുതൽ 42 വരെയാണ്. ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്ന 1839 മുതൽ 42 വരെ. ആ കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ടുള്ള ഉടമ്പടിയാണ് ഏത്? നാങ്കിങ് ഉടമ്പടി. അത് അവസാനിപ്പിക്കുന്ന ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. ഈ പറഞ്ഞ യുദ്ധം തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുദ്ധമാണ്. ബ്രിട്ടൻ ആ കറുപ്പ് നശിപ്പിച്ചതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള രീതിയിലാണ് ബ്രിട്ടൻ നിൽക്കുന്നത്. അപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. അപ്പം നാങ്കിങ് ഉടമ്പടിയുടെ ഫലമായിട്ട് ചൈനീസ് ഗവൺമെന്റിന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് ചൈന ബ്രിട്ടന് വിട്ടുകൊടുത്ത അവരുടെ പ്രദേശമുണ്ട്. ആ പ്രദേശമാണ് ഏത്? ഹോങ്കോങ്. അപ്പം അത് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തെ തുടർന്നുള്ള നാങ്കിങ് ഉടമ്പടി, അതിൻ്റെ ഫലമായിട്ട് ചൈന ബ്രിട്ടന് വിട്ട് നൽകിയ അവരുടെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഹോങ്കോങ് ആണ് എന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നാങ്കിങ് ഉടമ്പടിയുടെ ഫലമായിട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. എന്താണ്? നേരത്തെ ഒരു തുറമുഖം മാത്രമേ കച്ചവടത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ. ആര്? ചൈന. ആ തുറമുഖം കാൻഡൺ എന്ന് പറയുന്ന തുറമുഖമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നാങ്കിങ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് കൂടുതൽ തുറമുഖങ്ങൾ ആർക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നു? വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് ബ്രിട്ടനും ഫ്രാൻസ്, പോർട്ടുഗൽ, സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറയണം. ഇവിടോട്ട് കച്ചവടത്തിനായിട്ട് വേറൊരു ശക്തി കൂടി എത്തി, അമേരിക്ക. ചൈനയിൽ കച്ചവട താല്പര്യങ്ങളുമായിട്ട് എത്തുന്ന മറ്റൊരു ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എത്തിയത് അല്പം ലേറ്റായിട്ടാണ്. അതിനു മുമ്പ് തന്നെ നേരത്തെ വന്ന യൂറോപ്യൻ ശക്തികൾ ഇവിടെ ഒരുപാട് സ്ഥലം കളം പിടിച്ചിരുന്നു. പക്ഷെ അത്രത്തോളം ഈ പറഞ്ഞ സ്പേസ് ആർക്ക് കിട്ടിയില്ല? അമേരിക്കയ്ക്ക് കച്ചവടത്തിനായിട്ട് ചൈനയിൽ കിട്ടിയില്ല. അപ്പോൾ ചൈനയിൽ കൂടുതൽ കച്ചവട താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് അമേരിക്ക അനുവർത്തിച്ച ഒരു നയമുണ്ട്. ആ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തുറന്ന വാതിൽ നയം എന്ന പേരിൽ അറിയപ്പെടുന്നു. തുറന്ന വാതിൽ നയം, ചൈനയിൽ കച്ചവടം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തുറന്ന വാതിൽ നയം. നമ്മൾ നേരത്തെ മെർക്കന്റലിസം എന്ന് പറഞ്ഞ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വാണിജ്യ ചൂഷണ നയം
പൊതുവിൽ അറിയപ്പെടുന്നത് മെർക്കന്റലിസം എന്നുള്ളതാണ്. അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായത് ബ്രിട്ടന്റെ ആ നയങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചൈനയിലെ കമ്പോളത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക സ്വീകരിച്ച നയമാണ് തുറന്ന വാതിൽ നയം, അല്ലെ? അപ്പോൾ 1ഉം 2ഉം കറുപ്പ് യുദ്ധങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാങ്കിങ് ഉടമ്പടി കഴിയുമ്പോൾ, ഒന്നാമത്തെ കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് നാങ്കിങ് ഉടമ്പടി, അല്ലെ? ആ നാങ്കിങ് ഉടമ്പടിയുടെ ഫലമാണ് കൂടുതൽ ഈ പറഞ്ഞ തുറമുഖങ്ങൾ തുറന്നു കൊടുത്തതും ഹോങ്കോങ് കൈമാറിയതുമൊക്കെ. ഇനി ഈ പറഞ്ഞ നാങ്കിങ് ഉടമ്പടിയിൽ നിന്ന് ചൈന പിന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ നാങ്കിങ് ഉടമ്പടിയിൽ ചില വ്യവസ്ഥകൾ പാലിക്കാതെ വരുമ്പോഴാണ് 2ആം കറുപ്പ് യുദ്ധം ഉണ്ടാവുന്നത്. 2ആം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് 1856 മുതൽ 60 വരെയുള്ള കാലമാണ്. ആ വർഷമൊന്നും നിങ്ങൾ പഠിക്കേണ്ട. 1856 മുതൽ 60 വരെയുള്ള കാലമാണ് 2ആം കറുപ്പ് യുദ്ധം. എന്തായാലും ഈ 1, 2 കറുപ്പ് യുദ്ധങ്ങൾ കഴിയുമ്പോൾ ചൈനയിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ചൈനയിൽ വൈദേശിക സാന്നിധ്യം വർദ്ധിച്ചു. പണ്ട് ചൈനയിൽ ഈ പറഞ്ഞ വിദേശ സാന്നിധ്യം കുറവായിരുന്നു. അപ്പോൾ 1ഉം 2ഉം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി കൂടുതൽ തുറമുഖങ്ങൾ കച്ചവടത്തിനായി തുറന്നു കൊടുത്തപ്പോൾ വൈദേശിക സാന്നിധ്യം എവിടെ? ചൈനയിൽ വർദ്ധിച്ചു. അപ്പോൾ ഇപ്പോൾ യൂറോപ്യന്മാരൊക്കെ ചൈനയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഈ പറഞ്ഞ കടന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരും മിഷണറി പ്രവർത്തനങ്ങളുമായിട്ട് ചൈനയിലോട്ട് കടന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ചൈനയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഗ്രാമീണരായിട്ടുള്ള ജനങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ പാരമ്പര്യത്തിലും അവരുടെ സംസ്കാരത്തിലും അടിയുറച്ച് ജീവിക്കുന്ന അഭിമാനികളായിട്ടുള്ള ഒരു ജനതയാണ് ചൈനീസ് ജനത എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദേശ സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ, മിഷണറി പ്രവർത്തനങ്ങൾ വർദ്ധിച്ചപ്പോൾ അവിടെയുള്ള ഈ പറഞ്ഞ ഗ്രാമീണർ, യുവാക്കൾ സംഘടിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ചൈനയിലുണ്ടായ ഒരു കലാപമുണ്ട്. ആ കലാപമാണ് ബോക്സർ കലാപം. ഏതാണ്? ബോക്സർ കലാപം. അപ്പോൾ ബോക്സർ കലാപം നിങ്ങളിപ്പോൾ കേട്ടത് ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോഴാണ്. ബോക്സർ കലാപം കേട്ടത് എവിടെയാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴാണ്. ചൈനയിലാണ് അത് നടന്നത് എന്ന് ഓർത്തോണം. 1900, അല്ലെ? കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും തമ്മിൽ. ബോക്സർ കലാപം ചൈനയിൽ നടന്ന കലാപമാണ്. ആ കലാപത്തിലുള്ള സാഹചര്യം എന്ത്? സാഹചര്യം ഈ പറഞ്ഞ വൈദേശികാധിപത്യം കൂടുതലായപ്പോൾ അതിൽ അസ്വസ്ഥത കൊണ്ട് അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ വിദേശികൾക്കെതിരെ, വിദേശ സ്ഥാപനങ്ങൾക്കെതിരെ, മിഷണറികൾക്കെതിരെ നടത്തിയ ഈ പറഞ്ഞ എന്താണ്? കലാപമാണ് ഏത്? ബോക്സർ കലാപം. ബോക്സർ കലാപം 1900. മുഷ്ടിയുദ്ധക്കാരുടെ കലാപം എന്ന് പറയും. ബോക്സേഴ്സ് എന്ന് പറഞ്ഞാൽ മുഷ്ടിയുദ്ധം നടത്തുന്നവർ, അല്ലെ? നമ്മൾ ബോക്സർമാർ എന്ന് പറയുന്നത് തന്നെയാണ്. മുഷ്ടിയുദ്ധക്കാരുടെ കലാപം അല്ലെങ്കിൽ ബോക്സർ കലാപം. അതിനെ പൊതുവെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ചൈനയിലെ ശിപ്പായി ലഹള. ചൈനയിലെ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ചൈനയിലെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബോക്സർ കലാപമാണ്, അല്ലെ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുന്ന സമയത്ത് 1857 വിപ്ലവം, അതിനെ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ശിപ്പായി ലഹള എന്ന് വിളിച്ചു. അതുപോലെ ചൈനീസ് ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ 900 ബോക്സർ കലാപമാണ്. വിദേശ ശക്തികൾ, അതായത് ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന ശക്തികൾ ആ ബോക്സർ കലാപത്തിനെ അടിച്ചമർത്തി എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ 1ഉം 2ഉം കറുപ്പ് യുദ്ധങ്ങളുടെ ഫലമായിട്ട് ചൈനയിൽ സംഭവിച്ചത് വിദേശ സാന്നിധ്യം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളുണ്ട്, ഗുണഫലമുണ്ട്. അതിലൊരു ഗുണഫലം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ കൂടുതൽ ചൈനക്കാർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം കിട്ടി. കൂടുതൽ ചൈനക്കാർക്ക്, അല്ലെങ്കിൽ കൂടുതൽ യുവാക്കൾക്ക്, ചൈനയിലെ യുവാക്കൾക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം കിട്ടി. അതിലൂടെ ഈ പറഞ്ഞ പാശ്ചാത്യ ചിന്താധാരകളുമായിട്ട് അടുക്കാനും കഴിഞ്ഞു. ഈ ചൈനീസ് ജനത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ക്ലോസ്ഡ് എക്കോസിസ്റ്റത്തിനകത്ത് കഴിഞ്ഞവരാണ്. അതായത് ഈ പറഞ്ഞൊരു പൊട്ടക്കുളത്തിനകത്ത് കഴിഞ്ഞ ഈ പറഞ്ഞൊരു ആൾക്കാരാണ്. അപ്പോൾ അവരിപ്പോൾ ഈ പറഞ്ഞ തുറന്ന ഈ പറഞ്ഞ സമീപനങ്ങളും അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ ചിന്താധാരയുമായിട്ട് അടുക്കാനുള്ള അവസരം ചൈനയിലെ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ വിദേശ സാന്നിധ്യം കൊണ്ട് ഉണ്ടായി. അങ്ങനെ നല്ല രീതിയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയുണ്ട്, അയാളാണ് സൺ യാട്സൺ. അപ്പോൾ വിദേശ സാന്നിധ്യം വർദ്ധിച്ചത് കൊണ്ടുള്ള ഗുണം പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനക്കാർക്ക് നേടുന്നതിന് സഹായമായി.
അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പാശ്ചാത്യ ചിന്താധാരകളുമായിട്ട് അടുക്കാനും തുടങ്ങി. ആ സമയത്തൊക്കെ സോഷ്യലിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്സിസം, കമ്മ്യൂണിസം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താധാരകളുമായിട്ട് ഈ പറഞ്ഞ ചൈനയിലെ ആൾക്കാർക്ക് അടുക്കാനുള്ളൊരു അവസരമുണ്ടായി. അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ, അതുപോലെ തന്നെ പാശ്ചാത്യ ദർശനങ്ങളിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് സൺ യാട്സൺ. ഒരു ഡോക്ടറാണ് സൺ യാട്സൺ. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ സൺ യാട്സൺ. ഒരു ക്രിസ്ത്യാനിയാണ് ഡോക്ടർ സൺ യാട്സൺ. അപ്പോൾ ഈ ഡോക്ടർ സൺ യാട്സനെ നമ്മൾ പറയും ചൈനീസ് വിപ്ലവത്തിൻ്റെ ആചാര്യൻ എന്ന് പറയും. ചൈനീസ് വിപ്ലവത്തിൻ്റെ ആചാര്യൻ എന്ന് വിളിക്കുന്ന ആരെയും ചോദിച്ചാൽ ഡോക്ടർ സൺ യാട്സനെയാണ്. അപ്പോൾ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ, പാശ്ചാത്യ ദർശനങ്ങളുമായിട്ട് വളരെയധികം ആഭിമുഖ്യം പുലർത്തിയ സൺ യാട്സൺ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മഞ്ജു രാജവംശത്തിൻ്റെ നെറികെട്ട ഭരണം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഭരണം? അഴിമതി നിറഞ്ഞ, കെടുകാര്യസ്ഥതയുള്ള, കാര്യക്ഷമതയില്ലാത്ത ആ ഭരണത്തിനെതിരെ ചൈനയിലെ യുവാക്കളെ പതുക്കെ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. മഞ്ജു രാജാവിനെതിരെ ഈ പറഞ്ഞ ചൈനയിലെ ജനങ്ങളെ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് ആശയങ്ങൾ യുവാക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. ആ ആശയങ്ങളെ പൊതുവെ പറയുന്നത് 3 People's Principle എന്നുള്ളതാണ്. 3 People's Principle ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൺ യാട്സനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ ഏപ്രിൽ തീസിസ് പഠിച്ചിട്ടുണ്ട്. ഏപ്രിൽ തീസിസ് ലെനിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 3 People's Principles ആരുമായി ബന്ധപ്പെട്ടതാണ്? സൺ യാട്സനുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആശയമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യത്തിനകത്ത് പാശ്ചാത്യ ദർശനങ്ങളുണ്ട്. ആ പറഞ്ഞ ദർശനങ്ങളിൽ നിന്നാണ് ചൈനീസ് വിപ്ലവത്തിന് കാരണമായിട്ടുള്ള മുദ്രാവാക്യം രൂപം കൊള്ളുന്നത്. അതായത് 3 People's Principle എന്ന് പറയുന്ന ആ പറഞ്ഞ ലക്ഷ്യത്തിൽ നിന്നാണ് ഈ സൺ യാട്സന്റെ മുദ്രാവാക്യങ്ങൾ രൂപം കൊള്ളുന്നത്. ആ മുദ്രാവാക്യം എന്താണ്? ഒന്ന് ദേശീയത, നാഷണലിസം. രണ്ടാമത്തത് ജനാധിപത്യം, ചൈനയിൽ ഇല്ലാത്ത സാധനമാണ് ജനാധിപത്യം. 3 സോഷ്യലിസം. അപ്പോൾ നിങ്ങളടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് എന്താണ്? 3 People's Principles എന്നുള്ളത് ആരുടെ ദർശനമാണ്? സൺ യാട്സന്റെ ദർശനമാണ്, അല്ലെ? ചൈനീസ് വിപ്ലവത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആര്? അത് ഡോക്ടർ സൺ യാട്സൺ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സൺ യാട്സൺ ചൈനയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വച്ച മുദ്രാവാക്യം എന്ത്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഈ 3 People's Principles എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വന്ന ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളാണ്, അല്ലെ? ഏപ്രിൽ തീസിസ്, അത് ലെനിൻ്റെ ആശയങ്ങളൊക്കെ അടങ്ങുന്ന ഒന്നിനെയാണ് നമ്മൾ ഏപ്രിൽ തീസിസ് എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് രൂപം കൊണ്ട മുദ്രാവാക്യമാണ് എന്ത്? അപ്പം, ഭൂമി, സമാധാനം. ഇവിടെ ഇപ്പോൾ 3 People's Principleൽ നിന്ന് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉണ്ടായി. അപ്പോൾ ഇയാളുടെ മുദ്രാവാക്യം ശ്രദ്ധിച്ചു വെക്കുക, 3 People's Principle എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക, ഡിവൈഡ് പഠിക്കുക, പരീക്ഷയിലെ ചോദ്യമാണ്. ഇനി അങ്ങനെയാണ് ഈ പറഞ്ഞ 1911 റിപ്പബ്ലിക്കൻ വിപ്ലവം അരങ്ങേറുന്നത്. അതായത് ഈ പറഞ്ഞ സൺ യാട്സൺ അവിടുത്തെ യുവാക്കളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ആശയങ്ങളിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മഞ്ജു രാജാവിനെതിരെ വിപ്ലവം സംഘടിപ്പിക്കുകയും അത് വിജയകരമായി പര്യവസാനിക്കുകയും ചെയ്യുന്നു. അതോടെ ചൈന റിപ്പബ്ലിക് ആവുന്നു. എന്ന് പറഞ്ഞാൽ ചൈനയിലെ മഞ്ജു രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ 1911 സൺ യാട്സന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ വിപ്ലവത്തിലൂടെ ചൈനയിൽ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ മഞ്ജു രാജാക്കന്മാരുടെ ഭരണം അവസാനിക്കുന്നു. ഇനി ചൈനയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാകുന്നു, അല്ലെ? റഷ്യൻ വിപ്ലവത്തിൽ ഫെബ്രുവരി വിപ്ലവം കഴിഞ്ഞിട്ട് അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടായി. ആ താൽക്കാലിക ഗവൺമെന്റിന്റെ തലവനായിരുന്നത് പ്രിൻസ് ലിവോവ് ആയിരുന്നു. പിന്നീട് കെരൻസ്കി വന്നു എന്ന് പഠിച്ചു, അല്ലെ? അതുപോലെ 1911 ചൈനീസ് വിപ്ലവത്തിന് ശേഷം അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടായി. ആ താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ സൺ യാട്സൺ ആണ്. ആ താൽക്കാലിക ഗവൺമെന്റ് പ്രസിഡന്റായിട്ട് 1911 ഈ വിപ്ലവത്തിന് ശേഷം പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സൺ യാട്സൺ ആണ്.
പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോഴത്തേക്ക് യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന ഒരാൾ, ഈ പറഞ്ഞ റിപ്പബ്ലിക് ആയതിനു ശേഷം യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന ആൾ പിന്നീട് പ്രസിഡന്റ് ആവും. പക്ഷേ യുവാൻ ഷിക്കായ് പെട്ടെന്ന് മരിച്ചു പോകും. വീണ്ടും ഈ പറഞ്ഞ താൽക്കാലിക ഗവൺമെന്റ് പ്രസിഡന്റായിട്ട് സന്യാൾസൺ തന്നെ വരും, അല്ലെ? അപ്പോൾ 1911 വിപ്ലവം വിജയിച്ചു. നേതാവ് ആരായിരുന്നു? അത് സന്യാൾസൺ ആയിരുന്നു. എന്തായിരുന്നു ഈ പറഞ്ഞ മുദ്രാവാക്യം? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്? ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഈ പറഞ്ഞ വിപ്ലവം എന്നായിരുന്നു? 1911. ഫലം എന്തായിരുന്നു? മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു, ചൈന റിപ്പബ്ലിക്കായി. അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 1911 വിപ്ലവത്തിനെ വേറെ രീതിയിൽ കൂടി പറയും, കുമിന്താങ് വിപ്ലവം എന്ന് കൂടി പറയും. എങ്ങനെ പറയും? കുമിന്താങ് വിപ്ലവം. അതായത് ഈ പറഞ്ഞ സന്യാൾസന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പൊതുവെ ചൈനയിൽ വിളിച്ചിരുന്നത് കുമിന്താങ്ങുകൾ എന്നുള്ളതാണ്. പക്ഷേ സന്യാൾസൻ വിപ്ലവം കഴിഞ്ഞതിന് ശേഷം ഒരു പാർട്ടി തുടങ്ങി. ആ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. നേരത്തെ കുമിന്താങ്ങുകളുണ്ട്, പക്ഷെ ഒരു പാർട്ടി ആയിട്ടില്ല. ഒരു ഗ്രൂപ്പായിട്ടുണ്ട്, പക്ഷെ ഒരു പാർട്ടി ആയിട്ടില്ല. പാർട്ടി ആയിട്ട് മാറുന്നത് 1912 അത് പരീക്ഷയുടെ ചോദ്യമാണ്. കുമിന്താങ് പാർട്ടി എവിടെയുള്ള പാർട്ടിയാണ്? ചൈനയിലെ പാർട്ടിയാണ്. ആരാണ് കുമിന്താങ് പാർട്ടി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1912 കുമിന്താങ് പാർട്ടി സ്ഥാപിക്കുന്നത് സന്യാൾസൻ ആണ്. അതുവരെ വ്യക്തമല്ലേ? 1912 കുമിന്താങ് പാർട്ടി സ്ഥാപിക്കുന്നത് സന്യാൾസൻ ആണ്. 1911 ചൈനീസ് റിപ്പബ്ലിക്കൻ വിപ്ലവത്തെ കുമിന്താങ്ങുകളുടെ വിപ്ലവം അല്ലെങ്കിൽ കുമിന്താങ് വിപ്ലവം എന്നും പറയും. പക്ഷെ 1912 ഇതൊരു പാർട്ടിയായിട്ട് മാറുന്നത്. 1912 കുമിന്താങ് പാർട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈനയിൽ വേറൊരു പാർട്ടി സ്ഥാപിക്കപ്പെടുന്നു. അതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കുമിന്താങ് പാർട്ടിക്ക് ശേഷം പിന്നീട് ഒരു പാർട്ടി പിന്നീട് സ്ഥാപിക്കും. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെ? 1921 ഈ സമയം നിങ്ങൾക്കറിയാമോ അവിടെ റഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? 1917 വിപ്ലവം കഴിഞ്ഞു. ലെനിൻ ഇപ്പോൾ ഈ പറഞ്ഞ ഭരണാധികാരിയായിട്ട് എവിടെയുണ്ട്? റഷ്യയിലുണ്ട്. അപ്പോൾ 1912 കുമിന്താങ് പാർട്ടി സ്ഥാപിക്കുന്നു. ചൈനയുടെ പ്രസിഡന്റായിട്ട് ആര് പ്രവർത്തിച്ചു വരുന്നു? സന്യാൾസൻ പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ ഈ പറഞ്ഞ സമയത്ത് ഈ ചൈനയിൽ ഒരുപാട് ഫ്യൂഡലിസം ഉണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ രാജ്യമാണ്. അതായത് മാടമ്പിമാർ, പ്രഭുക്കന്മാർ, അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പല വിധത്തിൽ സർക്കാരിന് ഈ പറഞ്ഞ പ്രഭുക്കന്മാർ, ഈ പറഞ്ഞ ഫ്യൂഡൽ പ്രഭുക്കന്മാർ പലതരത്തിലുള്ള ശല്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സന്യാൾസൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റഷ്യയുടെ സഹായം തേടി, ലെനിൻ്റെ സഹായം തേടി. ലെനിൻ സഹായിക്കുകയും ചെയ്തു. അതായത് ഈ പറഞ്ഞ മാടമ്പിമാരെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ സഹായവും നൽകി. അതായത് സോവിയറ്റ് യൂണിയൻ സഹായവും അന്ന് ഈ പറഞ്ഞ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊള്ളുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ, അതായത് സന്യാൾസൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. കുമിന്താങ്ങുകളും അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരസ്പരം സഹകരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടായി. 1925 സന്യാൾസൻ മരണപ്പെട്ടു. 1925 സന്യാൾസൻ മരണപ്പെട്ടു. സന്യാൾസൻ മരിച്ചതിന് ശേഷം പിന്നീട് ചൈനയുടെ ഭരണാധികാരിയാകുന്നത് ആരെന്ന് ചോദിച്ചാൽ ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആളാണ്. കുമിന്താങ് പാർട്ടിക്കാരൻ ചിയാങ് കൈഷക് ആണ് സന്യാൾസന്റെ മരണത്തിന് ശേഷം ചൈനയിലെ ഭരണാധികാരിയായിട്ട് മാറുന്നത്. അപ്പോൾ ചിയാങ് കൈഷക് അതൊക്കെ അധികാരത്തിലോട്ട് വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അയാളുടെ ഈ പറഞ്ഞ സ്ഥാനമൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം, എന്നെ ആരും മറച്ചിടത്തില്ല എന്നുള്ള രീതിയിൽ സ്ഥാനമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അയാൾ പതുക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തിരിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സമയത്ത് ജനങ്ങളിൽ നല്ല ഈ പറഞ്ഞ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിയാങ് കൈഷക്കിനൊരു പേടി, കമ്മ്യൂണിസ്റ്റുകൾ നാളെ ഈ പറഞ്ഞ കുമിന്താങ് പാർട്ടിക്കും അല്ലെങ്കിൽ എൻ്റെ ഭരണത്തിന് ഒരു ബുദ്ധിമുട്ടാകുമോ എന്നൊരു സംശയം ജനിച്ച സമയത്ത് ചിയാങ് കൈഷക്ക് പതുക്കെ അധികാരമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങി. ഇനി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഒരു രഹസ്യ പോലീസിനെ കൂടി ഉണ്ടാക്കി. രഹസ്യ പോലീസിൻ്റെ ജോലി കമ്മ്യൂണിസ്റ്റുകൾ ആരാണ്, എന്തൊക്കെ
എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക, വകവരുത്തുക. ഇതൊക്കെയായിരുന്നു ഈ പറഞ്ഞ ആ ഒരു രഹസ്യ പോലീസിന്റെ ദൗത്യം. ആ രഹസ്യ പോലീസാണ് ബ്ലൂ ഷർട്ട്സ്. ഏതാണ്? ബ്ലൂ ഷർട്ട്സ്. അപ്പോൾ ബ്ലൂ ഷർട്ട്സ് എന്ന് പറയുന്ന രഹസ്യ പോലീസിനെ നിയമിച്ചത് ആരാണ്? ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അല്ലെ, ചൈനയിലെ ഭരണാധികാരി, സന്യാസിന് ശേഷം വന്ന ഭരണാധികാരി ചിയാങ് കൈഷക്കാണ് ബ്ലൂ ഷർട്ട്സ് എന്ന് പറയുന്ന രഹസ്യ പോലീസിനെ ഈ പറഞ്ഞ രൂപീകരിച്ചത്. എന്തിനു വേണ്ടി രൂപീകരിച്ചു? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടാൻ. അല്ലെ, അപ്പോൾ പ്രതിരോധിക്കണമല്ലോ. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് ആരാണ് അപ്പുറത്തുള്ളത്? മാവോ സേതുങ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? മാവോ സേതുങ് എന്ന് പറയുന്ന ആളാണ് അപ്പുറത്ത് ഈ പറഞ്ഞ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ളത്. അപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മാവോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബ്ലൂ ഷർട്ട്സിന് ബദലായിട്ട് ഒരു സൈന്യം വേറെ രൂപീകരിച്ചു. അതിന് പറയും ചുവപ്പ് സേന. ചുവപ്പ് സേന. അല്ലെ, കഴിഞ്ഞ ദിവസം റഷ്യൻ വിപ്ലവം പഠിച്ച സമയത്ത് ചുവപ്പ് കാവൽ സേന എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ പഠിച്ചായിരുന്നു. ചുവപ്പ് കാവൽ സേന. അല്ലെ, ബോൾഷവിക് വിപ്ലവത്തിന്റെ മുന്നോടിയായിട്ട് അവിടെ റഷ്യയിൽ ഈ ചുവപ്പ് കാവൽ സേന ഉണ്ടാക്കിയത് ബോൾഷവിക് നേതാവ് ട്രോട്സ്കി ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ ചുവപ്പ് സേന ആര് രൂപീകരിക്കുന്നു? മാവോ രൂപീകരിക്കുന്നു. എന്തിന് രൂപീകരിക്കുന്നു? ബ്ലൂ ഷർട്ട്സിനെ പ്രതിരോധിക്കാൻ. ചിയാങ് കൈഷക്കിനെ, കുമിന്താങ്ങുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സേന രൂപീകരിക്കുന്നു. അതാണ് ചുവപ്പ് സേന. പക്ഷേ ചിയാങ് കൈഷക്കിന്റെ ഉപദ്രവം കൂടിക്കൊണ്ടുവന്നു. ഈ പറഞ്ഞ ചുവപ്പ് സേനയുടെ താവളം, ഇപ്പൊ പുതുതായിട്ടുണ്ടാക്കിയ ചുവപ്പ് സേനയുടെ താവളം എന്ന് പറയുന്നത് കിയാങ്ഷി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചൈനയിൽ കിയാങ്ഷി എന്ന് പറയുന്ന സ്ഥലത്താണ് ചുവപ്പ് സേനയുടെ താവളം. പക്ഷെ ഏത് സമയവും ചുവപ്പ് സേന ആക്രമിക്കപ്പെടാം എന്നുള്ള ഒരു സാഹചര്യം ചൈനയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മാവോയ്ക്ക് മനസ്സിലായി എൻ്റെ സൈന്യം ഏത് സമയവും വാനിഷ് ചെയ്യപ്പെടും. അങ്ങനെ തോന്നിയത് കൊണ്ട് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഈ ചുവപ്പ് സേനയുടെ താവളം ആര് മാറ്റുന്നു? മാവോ സേതുങ് മാറ്റുന്നു. അതായത് കിയാങ്ഷി അത്ര സുരക്ഷിതമായിട്ടുള്ള സ്ഥലമല്ല. ഏത് സമയത്തും ചിയാങ് കൈഷക്കിന്റെ ആക്രമണം ഉണ്ടാവാം, ബ്ലൂ ഷർട്ട്സിന്റെ ആക്രമണം ഉണ്ടാവാം, ഗവൺമെന്റിന്റെ ആക്രമണം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചുവപ്പ് സേന അവരുടെ താവളം മാറ്റുകയാണ്. കിയാങ്ഷിയിൽ നിന്ന് യാനൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് താവളം മാറ്റുകയാണ്. അപ്പോൾ കിയാങ്ഷിയിൽ നിന്ന് യാനം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഒരുപാട് ദൂരമുണ്ട്. ഒരുപാട് ദൂരം, ഏതാണ്ട് ഈ പറഞ്ഞ ഒരു 10,000 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരം ഇവർ സഞ്ചരിക്കാൻ തുടങ്ങാണ്. 1934 ഒക്ടോബറിലാണ് കിയാങ്ഷിയിൽ നിന്ന് താവളം മാറ്റണം എന്ന് തീരുമാനിക്കുന്നത്. ചുവപ്പ് സേന ഇപ്പോൾ താവളം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മാർച്ച് ചെയ്യുകയാണ്. എങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു? യാനൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മാർച്ച് ചെയ്യുന്നു. ഏതാണ്ട് ഈ പറഞ്ഞ 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലം, 10,000 കിലോമീറ്റർ ആണ് അപ്പുറത്തോട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മാർച്ച് ചെയ്യുന്നു. അതിന് വേണ്ടി വന്നത്, കിയാങ്ഷിയിൽ നിന്ന് യാനനിലോട്ട് എത്താൻ വേണ്ടി വന്നത് 1 വർഷമാണ്. 1934 ഒക്ടോബറിൽ തുടങ്ങിയ ഈ മാർച്ച് 1935 ഒക്ടോബർ ആവുമ്പോഴാണ് എവിടെ എത്തുന്നത്? യാനൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. ഇതാണ് ചൈനീസ് ചരിത്രത്തിൽ ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ചൈനീസ് ചരിത്രത്തിൽ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ചപ്പോൾ ലോങ് പാർലമെന്റ് എന്നൊരു പ്രയോഗം പഠിച്ചിട്ടുണ്ട്. അല്ലെ, ചാൾസ് ഫസ്റ്റിന്റെ കാലത്ത് ഈ പറഞ്ഞ ലോങ് പാർലമെന്റ് എന്നൊരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പരസ്പരം മാറി പോകരുത്. അപ്പോൾ 1934 ഒക്ടോബറിൽ തുടങ്ങി 1935 ഒക്ടോബറിൽ അവസാനിച്ച കിയാങ്ഷിയിൽ നിന്ന് യാനനിലോട്ടുള്ള ചുവപ്പ് സേനയുടെ ഈ പറഞ്ഞ മാർച്ചാണ് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സമയത്തെല്ലാം ആരൊക്കെ തമ്മിൽ സംഘർഷങ്ങളുണ്ട്? ഈ കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നല്ല സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1939 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നത്. 1939 രണ്ടാം ലോകമഹായുദ്ധം. നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെന്ന് പറയുമ്പോൾ ഒന്ന് ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. അല്ലെ, വളരെ ശക്തരായിട്ടുള്ള ഈ പറഞ്ഞൊരു സഖ്യമായിരുന്നു ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. മറുവശത്ത് ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്.
ബ്രിട്ടൻ, ഫ്രാൻസ് മറുവശത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജപ്പാന്റെ ശത്രുവാണ് എപ്പോഴും ചൈന. ജപ്പാനും ഈ പറഞ്ഞ ആജന്മ ശത്രുക്കൾ എന്ന് പറയുന്നത് പോലെ ജപ്പാനും ചൈനയും പണ്ട് മുതലേ ശത്രുക്കളാണ്. അപ്പോൾ ജപ്പാൻ എവിടെയുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചൈന. അപ്പോൾ ഈ സമയത്ത് ജപ്പാൻ ഒരു പക്ഷത്തെ ശക്തമായിട്ട് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ പറഞ്ഞ കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൽക്കാലം വഴക്കുകളൊക്കെ നിർത്തിവെച്ചിട്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് ജപ്പാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ജപ്പാന്റെ കഥയും കഴിഞ്ഞു അല്ലെ. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം പഴയതുപോലെ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിച്ചു. അവർ പരസ്പരം ഈ പറഞ്ഞ തുറന്ന യുദ്ധത്തിലോട്ടൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 1949 ഒക്ടോബർ 2 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുമിന്താങ്ങുകളെ തോൽപ്പിച്ച് ചൈനയുടെ ഭരണം പിടിച്ചെടുത്തു അല്ലെ. 1949 ഒക്ടോബർ 2 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുമിന്താങ്ങുകളെ പരാജയപ്പെടുത്തി ചൈനയുടെ ഭരണം പിടിച്ചെടുത്തു. അപ്പൊ നമ്മൾ പറയും ചൈന ജനകീയ റിപ്പബ്ലിക്കായി. അതായത് ഇപ്പോൾ നടന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്. മാവോയുടെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്. ആദ്യം സന്യാൾസന്റെ നേതൃത്വത്തിൽ നടന്നത് റിപ്പബ്ലിക്കൻ വിപ്ലവമാണ്. ചൈന റിപ്പബ്ലിക്കായി. ഇവിടെ ഇപ്പോൾ ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കായി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഈ പറഞ്ഞ വിപ്ലവം നടന്നു എന്നൊക്കെ നമ്മൾ പറയും. അതെപ്പോഴാണ്? 1949 ഒക്ടോബർ 2. അവൻ ചിയാങ് കൈഷക്കിന് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. ചിയാങ് കൈഷക്കിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചിയാങ് കൈഷക്ക് ഇവിടെ നിന്ന് ഈ പറഞ്ഞ രക്ഷപ്പെട്ടു. ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു രാജ്യത്ത് പോയി. ഏതാണ് ആ രാജ്യം? തൈവാൻ എന്ന് പറയുന്ന രാജ്യം. ഇന്നും ചൈനയും തൈവാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ ചൈനയും തൈവാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. തൈവാൻ എല്ലാ സപ്പോർട്ടും കൊടുത്ത് നിൽക്കുന്നത് ആരാണ്? അമേരിക്കയാണ് അല്ലെ. അന്ന് ഈ പറഞ്ഞ ചിയാങ് കൈഷക്ക് രക്ഷപ്പെട്ടത്, എക്സൈൽ ചെയ്തത്, അതായത് ഈ പറഞ്ഞ പലായനം ചെയ്തത് ഏത് രാജ്യത്തോട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യത്തോട്ടാണ്? തൈവാനിലോട്ടാണ്. ഇംഗ്ലണ്ടില് ഗ്ലോറിയസ് റവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രക്തരഹിത വിപ്ലവം. ആ രക്തരഹിത വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടുത്തെ അന്നത്തെ രാജാവ് ജെയിംസ് 2 ഒരു രാജ്യത്തോട്ട് പലായനം ചെയ്തു എന്ന് പഠിച്ചിട്ടുണ്ട്. അതെവിടോട്ടാണ്? ഫ്രാൻസിലോട്ടാണ്. ഫ്രാൻസിലോട്ട് പലായനം ചെയ്തു അല്ലെ. മേരിയും വില്ലിയും ഒക്കെ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലോട്ട് വന്ന സമയത്ത് ഫ്രാൻസിലോട്ട് ആര് പലായനം ചെയ്തു? ജെയിംസ് 2 രാജാവ് പലായനം ചെയ്തു. അത് ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ചപ്പോൾ, ഇംഗ്ലണ്ടിലെ മഹത്തായ രക്തരഹിത വിപ്ലവം പഠിച്ച സമയത്ത് പറഞ്ഞതാണ് 1688. ഇവിടെ ഇപ്പോൾ 1949 ഒക്ടോബർ 2 ചിയാങ് കൈഷക്ക് ഈ പറഞ്ഞ രക്ഷപ്പെടാണ് അങ്ങോട്ട്, തൈവാനിലോട്ട്. അപ്പോൾ ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കായി. ആരുടെ നേതൃത്വത്തിൽ? മാവോയുടെ നേതൃത്വത്തിൽ. അപ്പോൾ 1911 ഒരു വിപ്ലവം, പിന്നെ അത് കഴിഞ്ഞിട്ട് 1949 എന്ത് വിപ്ലവം? കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഗവൺമെന്റ്, അതിൻ്റെ ഈ പറഞ്ഞ ചെയർമാനായിട്ട് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ കമ്മ്യൂണിസ്റ്റ് ഈ പറഞ്ഞ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ഈ പറഞ്ഞ ചെയർമാനായിട്ട് ആര് അധികാരത്തിൽ വന്നു? മാവോ അധികാരത്തിൽ വന്നു. മാവോ സേതു. ശരി. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം, ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതെന്ന് ചോദിക്കും. ആ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ 1966-76 വരെയുള്ള കാലഘട്ടമാണ്. 1966 മുതൽ 76 വരെയുള്ള കാലഘട്ടം ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്ന കാലഘട്ടം. 1966 മുതൽ 76 വരെ. എന്താണ് ആ പറഞ്ഞ മഹത്തായ സാംസ്കാരിക കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, മാവോ ഭരണാധികാരിയായിട്ട് ഭരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ മാവോയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുതലാളിത്ത വ്യവസ്ഥയിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഇനി ഈ പറഞ്ഞ ചൈനയിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവരെ കൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ മാവോയുടെ ഭരണത്തെ സുസ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ട് നടന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ പൊതുവെ പറയുന്നതാണ് എന്താണ്? ചൈനയിലെ മഹത്തായ സാംസ്കാരിക കാലഘട്ടം. അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ മൊത്തം ഇല്ലാതാക്കുക, മുതലാളിത്ത സ്വഭാവത്തിൽ വിശ്വസിക്കുന്നവരെ ഇല്ലാതാക്കുക, മാവോയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുക. ഇതായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരുപാട് ഈ പറഞ്ഞ ചൈനക്കാർ കൊല്ലപ്പെട്ട ഒരു കാലഘട്ടവും അത് തന്നെയാണ്. 1966 മുതൽ 76 വരെ നടന്ന
ഈ പറഞ്ഞ എന്താണ് ഒരു നരനായാട്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം. ചൈനീസ് ചരിത്രത്തിൽ അതങ്ങനെയാണ്. ഏതാണ് 1966 മുതൽ 1976 വരെ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 1976 മാവോ മരണപ്പെടുന്നത്. മാവോ മരണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 1976 നേരത്തെ നമ്മൾ ലെനിൻ മരണപ്പെട്ടത് ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. ആ വർഷം കൃത്യമായിട്ട് ഓർക്കണം. ലെനിൻ മരണപ്പെട്ടത് 1924 മാവോ മരണപ്പെടുന്നത് 1976 അല്ലെ. അവിടെ ഈ പറഞ്ഞ ഒരു ഉദ്ധരണി കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ മാവോ സേതുങ്ങാണ്. അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ സേതുങ്ങാണ് അല്ലെ. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ. വേറൊരു ഉദ്ധരണിയാണ്. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ. ആരുടെ വരികളാണ്? ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതും മാവോ സേതുങ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചത് ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് 1 or 2 ചോദ്യങ്ങൾ മാത്രമാണ്. 10 or 15 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും സിലബസിലെ ബാക്കി ഭാഗങ്ങളൊന്നും പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ് എടുത്തത്. അപ്പോൾ ആ ക്ലാസ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു എഫർട്ടുണ്ട്. ഞാൻ ഈ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാനിത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, സാറേ വിപ്ലവങ്ങൾ മൊത്തം സാറ് പഠിപ്പിക്കോ എന്ന് ചോദിച്ചു. ഇതാ ഇപ്പോൾ വിപ്ലവങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 4 കൊല്ലത്തിന് മുമ്പ് വിപ്ലവങ്ങളെല്ലാം അന്നത്തെ സാഹചര്യത്തിൽ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ SCERT പുസ്തകങ്ങൾ മാറി പുതിയ കുറച്ച് കാര്യങ്ങൾ വന്നു. ആ കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഫർട്ട് നിങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്ക് ബട്ടണിൽ ഈ പറഞ്ഞ എന്താണ് ലൈക്ക് ചെയ്യുന്നതിലൂടെയോ അത് ഈ പറഞ്ഞ അതിന് കമൻറ്റ് ചെയ്യുന്നതിലൂടെയോ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടുതൽ പേരിലോട്ട് എത്തിക്കണം. നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതായത് 1945 ശേഷമുള്ള ലോകം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതുകൂടി പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം പൂർത്തിയാവുള്ളൂ. ഉടനെ തന്നെ അതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.